ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്തെങ്കിലും കാരണത്തിൻ്റെ പേരിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ട് ബ്രേക്കപ്പ് ആയിട്ടുണ്ട്, ആ വ്യക്തിയെ വീണ്ടും ലൈഫിലോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 2 അഫർമേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ആദ്യം അഫർമേഷൻസ് പറയാം, പിന്നെ കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അഫർമേഷൻസ് നോക്കാം. ഞങ്ങൾ വീണ്ടും ഒന്നിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ അഫർമേഷൻ. രണ്ടാമത്തേത്, ഓരോ ദിവസവും ഞങ്ങളുടെ സ്നേഹം തീവ്രമാകുന്നു. ഈ 2 അഫർമേഷൻസ് എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു 2 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ്സോളം റിപ്പീറ്റ് ചെയ്ത് മനസ്സിലിങ്ങനെ പറയുക. എന്നിട്ട് നിങ്ങൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ബ്രേക്കപ്പ് ആയിട്ടുള്ള ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും. അത് ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എങ്കിലും ഈ 2 പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും, അഥവാ അത് പാച്ചപ്പ് ആക്കാനായിട്ട് പറ്റും. ദെൻ ഇത് ഒന്നുകൂടി പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ടെക്നിക്കുകൾ നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. അതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾ ആരെയാണോ തീവ്രമായിട്ട് സ്നേഹിക്കുന്നത് ആ സ്നേഹം നിങ്ങളിവിടെ പബ്ലിക്കായിട്ട് താഴത്തൊന്ന് കമൻറ്റ് ചെയ്യുക. ഐ ലവ് യു. ആ യു എന്നുള്ളതിന് പകരം നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് ആ വ്യക്തിയുടെ പേര്, അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട് ഐ ലവ് യു അവരുടെ പേര്. ഓക്കെ, ഐ ലവ് യു ചിത്ര. അപ്പോൾ ആ ചിത്ര എന്നുള്ള പേര് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടൊന്ന് കമൻറ്റ് ചെയ്തേ. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കാര്യങ്ങൾ എങ്ങനെ വർക്കാവുന്നു, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് പവർഫുൾ ആയിട്ടുള്ള തോട്ട് ഉണ്ടെങ്കിൽ ആ തോട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജിലാണെങ്കിൽ, മീൻസ് നമുക്ക് റിസൾട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്ന തരത്തിലാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പറയുന്നതെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. തോട്ടിന് നല്ല പവറുണ്ട്. നമ്മൾ ചിന്തിക്കുന്ന തോട്ടിൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസി പ്രപഞ്ചത്തിലോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നോണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നമ്മൾ ആരെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് അവരിൽ വലിയ രീതിയിലുള്ള ഒരു ചേഞ്ച് ഉണ്ടാവുകയും തോട്ട് പ്രോസസ്സ് നടക്കുകയും അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് അവരിൽ നിന്നും കാണാനായിട്ട് സാധിക്കും, അഥവാ അവരുടെ റെസ്പോൺസ് നിന്ന് നമുക്ക് വ്യക്തമാക്കാനായിട്ട് പറ്റും. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് റിലേഷൻഷിപ്പിൽ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. തോട്ട് കറക്റ്റ് ആയിരിക്കണം, നമ്മൾ പ്രോപ്പറായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യണം, അത് മാക്സിമം നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ രാത്രിയിൽ ചെയ്യേണ്ട പ്രോസസ്സുകളൊന്ന് കൃത്യമായിട്ട് ഞാൻ പറയാം. നിങ്ങൾ കിടക്കുന്നതിന് തൊട്ട് മുൻപ് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ്സ് ഒരു സിറ്റുവേഷൻ എടുത്ത് മനസ്സിൽ കൃത്യമായിട്ട് അത് വിഷ്വലൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ പാച്ചപ്പ് ആയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇരുന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ സ്നേഹത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറുക, ഹഗ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ എടുക്കുക. എന്നിട്ട് അത് മനസ്സിൽ മാക്സിമം ഫീൽ ചെയ്തിട്ട് ഇങ്ങനെ കാണുക. അത് കണ്ടതിന് ശേഷം 2-3 മിനിറ്റ്സോളം അത് കാണുക. അത് കണ്ണടച്ചിട്ടാണ് ചെയ്യേണ്ടത്. അതിന് ശേഷമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള 2 അഫർമേഷൻസ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടത്. ഒരു 2-3 മിനിറ്റ്സോളം അത് റിപ്പീറ്റ് ചെയ്ത് പറയുക. അപ്പോൾ ടോട്ടൽ ഒരു 6 മിനിറ്റ് 5 മിനിറ്റ് വരും. അപ്പോൾ ആ 5 മിനിറ്റ് നമ്മൾ മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ ഇത് ചെയ്തതിന് ശേഷം ഉറക്കത്തിലോട്ട് പോകുക എന്നുള്ള ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക. പിന്നീട് നമ്മൾ മൊബൈൽ ഫോൺ എടുത്ത് കളിക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നും നമ്മൾ ചെയ്യാതിരിക്കുക. റീൽസ് കാണുക അല്ലെങ്കിൽ മെസ്സേജസ് നോക്കുക. അവസാനമാണ് നമ്മൾ ഈ ഒരു ആക്ടിവിറ്റി ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ വ്യക്തി നിങ്ങളെ കൂടുതൽ ചേസ് ചെയ്യണം, നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു അഫർമേഷൻ കൂടി ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് ഈ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. എന്നിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് ചേസിങ് അഫർമേഷൻ എന്നൊന്ന് ടെക്സ്റ്റ് ചെയ്യാം. അപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. ആ അയച്ചു തരുന്ന അഫർമേഷൻസ് കാലത്ത് അഥവാ രാവിലെ എണീക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ്സ് എങ്കിലും റിപ്പീറ്റ് ചെയ്ത് മനസ്സിലിങ്ങനെ പറയാം. അങ്ങനെ അതുകൂടി ചെയ്യാം. നൈറ്റ് ആദ്യം പറഞ്ഞ വിഷ്വലൈസേഷൻ പ്രോസസ്സും അതിൻ്റെ കൂടെ തന്നെ അഫർമേഷൻ പറയേണ്ടതും ചെയ്യാം. മോർണിംഗിൽ ഈ ഒരു ചേസിങ് അഫർമേഷൻ കൂടി നിങ്ങൾ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അഫർമേഷൻ വേണ്ട ആളുകൾ മറക്കാതെ
മുകളിൽ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇടുക. ചേസിങ് അഫർമേഷൻ എന്നാണ് മെസ്സേജ് ഇടേണ്ടത്. ഓക്കെ, നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. എന്തെങ്കിലും നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെയൊക്കെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിച്ച് നിങ്ങളുടെ ഇഷ്യൂസ് ഷെയർ ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് പാച്ചപ്പ് ആക്കാനായിട്ട് പറ്റും. ലോ ഓഫ് അട്രാക്ഷനിൽ ധാരാളം പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും, റിസൾട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക. പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക്